എന്താ അച്ഛാ, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ 1,00,000 രൂപ സമ്പാദിച്ചു. പിന്നെ പറയുന്ന കേട്ടാ തോന്നും അധ്വാനിച്ച് വേർപ്പൊഴുക്കി സമ്പാദിച്ചതാണെന്ന്. എന്തായാലും ഇത് ഇവർക്ക് രണ്ടോടും കിട്ടിയ അംഗീകാരത്തിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അച്ഛാ, ചെലവൊക്കെ കഴിഞ്ഞ് 1,00,000 രൂപ സമ്പാദിക്കണമെങ്കിൽ ഞാൻ എത്ര ദിവസം വണ്ടി ഓടിക്കണം അച്ഛാ? ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലേ? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിൽ അകലുമില്ല, നിങ്ങളൊന്നാ. നിങ്ങൾക്കിടയില് രഹസ്യങ്ങളും ഇല്ല. സുഖവും ദുഃഖവും മാത്രമല്ല, എല്ലാം പരസ്പരം പങ്കുവെച്ച നിങ്ങൾ കഴിയുന്നേ. നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടുന്നത് അത്രയേറെ സ്നേഹിക്കുന്നുകൊണ്ടാണ് എനിക്കറിയാം. അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ എനിക്കും ശ്രുതിക്കും ഇടയിൽ വിടവുണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നീ കാര്യാക്കണ്ട. എന്നാലും അമ്മേ, ഇവരെന്തോ കള്ളക്കളി കാണിച്ച് ജയിച്ചതാ. ജഡ്ജസിന് കൈക്കൂലി കൊടുത്തു കാണും, അല്ലാതെ ഒരിക്കലും ഇവര് ജയിക്കില്ല. ഒന്നും മിണ്ടായിരടാ. എന്തുവാട് അച്ഛാ, ഞങ്ങള് ജയിക്കാനുള്ള കാരണം രേവതിയാ. ആണോ മോളെ? ഞാനൊന്നുമല്ല, സച്ചേട്ടനാ കാരണം. ഞാനൊരു 20%, ബാക്കി 80% രേവതിയാ. സച്ചേട്ടൻ ആണോ മോളെ? അവരെന്ത് ചോദിക്കും, എന്ത് പറയണമെന്നൊക്കെ ഓർത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. ദേവതയെ ധൈര്യം തന്നെ. അവള് ഞാനിപ്പോ എന്താ പറയാ, അത് ചെയ്തു. എങ്ങനെയാ രേവതി മോള് നിന്നെ സഹായിച്ചേ? അത് അവൾ അവനെ കൊണ്ട് തല്ലി പറയിച്ചതായിരിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തു. അതിനുശേഷമല്ല ഞാൻ ഉഷാറായേ. എന്താ അതിന് പറയാ? പാലെടുത്തി ഇവളെന്നെ എന്ത് ചെയ്തിട്ടാ ഞാൻ ഉഷാറായത്? മോട്ടിവേറ്റ് ചെയ്തിട്ട്. അത് തന്നെ പറഞ്ഞേ. അങ്ങനെ ഞാൻ പേടിച്ചുപോയി. ഇന്നലെ രാത്രി ഇവളെന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവിടെ ചെന്ന് എങ്ങനെ പെരുമാറണം, ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെ മറുപടി പറയണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും രേവതി എനിക്ക് പറഞ്ഞു തന്നെ. ഇന്നലെ രാത്രി നിങ്ങൾ എന്താ ചെയ്തേ? തയ്യാറെടുപ്പൊന്നും നടത്തിയില്ലേ? ഉറങ്ങിപ്പോയ ആന്റി. ഉറങ്ങിപ്പോയെന്ന്. നല്ല കപ്പിൾസ് തന്നെ. അമ്മേ, ആ കോമ്പറ്റീഷൻ നടത്തിയത് ഏതോ ഒരു ലോക്കൽ ടീമാ. അതിലെന്തൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ തീരെ മാച്ച് അല്ലാത്ത, ഒരു എഡ്യൂക്കേഷനും ഇല്ലാത്ത ഇവർക്ക് രണ്ടുപേർക്കും പ്രൈസ് കൊടുക്കൂ. നല്ല ഭാര്യയും ഭർത്താവാൻ പഠിപ്പെല്ലാം മുഖ്യം, മനസ്സാ മുഖ്യം. ഇവര് ജയിച്ചു, നിങ്ങൾ തോറ്റു. അത് ആദ്യം അംഗീകരിക്കാൻ പഠിക്കേ, അസൂയപ്പെടാതെ രണ്ടുപേരും. അച്ഛാ, ഇതെനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മാസത്തിൽ ഇവർ എത്ര തവണ വഴക്ക് കൂടുന്നുണ്ട്, അതൊക്കെ അച്ഛനും കാണുന്നതല്ലേ. എന്നിട്ട് ഇവരാണോ ബെസ്റ്റ് കപ്പിൾസ്? എനിക്കിതൊക്കെ കാണുമ്പോ ചിരിയാ വരുന്നത്. വഴക്കില്ലാത്ത വീടുണ്ടോ അച്ഛാ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ വഴക്ക് കൂടും, അത് സാധാരണയല്ലേ? അതൊക്കെ വെറുതെ പറയുന്നതാ. നല്ല കപ്പിൾ ആണെങ്കിൽ വഴക്ക് കൂടില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോവും, അല്ലേ ശ്രുതി? ഞാനും ശ്രുതിയും തമ്മിൽ വഴക്കൂടാറുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ വഴക്കൂടാനാ? ഇവരുടെ മെക്കാനിക്കൽ ലൈഫല്ലേ. സച്ചി വേണ്ട. അച്ഛാ, ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, അവിടെ ജഡ്ജസ് പറഞ്ഞതാ. അവര് വേറെ ചിലത് പറഞ്ഞായിരുന്നു. അപ്പൊ രേവതി അവരെന്തൊക്കെയാ പറഞ്ഞത്? അത് പറയണോ? പിന്നെ അത് പറ മോള് പറഞ്ഞേ. എന്താ പറഞ്ഞേ? അവര് പറഞ്ഞു, അവര് കുറെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ഒരു സർവേ നടത്തിയിരുന്നു. അതില് ഭൂരിഭാഗം ഭർത്താക്കന്മാരും വഴക്കാന്ന്. വഴക്ക് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള സ്നേഹം കൂട്ടുമെന്നാണ് പറയുന്നത്. ആണല്ലേ? പരസ്പരം വഴക്ക് കൂടാത്ത ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പരസ്പരം അറിയിക്കാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടാവത്രേ. എന്ത് രഹസ്യം? ഒരു രഹസ്യമില്ല. ഭർത്താവ് ഭാര്യയിൽ നിന്നും ഭാര്യ ഭർത്താവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കുന്നുണ്ടാവും. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലത്രേ. വെറുതെ അച്ഛാ. അച്ഛാ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ജഡ്ജസ് പറഞ്ഞതാ. പോലെ ഇഷ്ടപ്പെട്ടില്ല. എടാ, ഒന്ന് നിലയ്ക്ക് നിക്കടാ. അതെ, ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. അതാദ്യം മനസ്സോട് നീ ഒന്ന് അംഗീകരിക്കും. എന്നിട്ട് ഇനിയെങ്കിലും മക്കളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. അതാണ് ഉത്തമയായ ഒരു അമ്മ ചെയ്യേണ്ടത്. അപ്പോ വീട്ടില് സമാധാനം കിട്ടും. അഭിനയം ഇതുകൊണ്ടൊന്നും അവസാനിച്ചെന്ന് കരുതണ്ട. മത്സരങ്ങൾ ഇനിയും വരും. പങ്കെടുക്കാൻ ഈ ഞാനും ഉണ്ടാവും. ജയിച്ചിട്ടേ ഈ സുധി പിന്മാറും. നമുക്ക് കാണാം. ഇവരുടെയൊക്കെ അസൂയ കാരണം നമുക്ക് പനിയെങ്ങാനും പിടിക്കൂ. ശ്രുതി, വഴക്ക് കൂടാത്ത പിണങ്ങാത്ത ഭാര്യ ഭർത്താക്കന്മാര് രഹസ്യം സൂക്ഷിക്കുന്നവരാണ്. അവര് അന്യോന്യം പറയാതെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നൊക്കെ ജഡ്ജസ് പറഞ്ഞു എന്നൊക്കെ അവര് പറഞ്ഞല്ലോ. സത്യമാണോ അത്? ജഡ്ജസ് അങ്ങനൊന്നുമല്ല പറഞ്ഞത്. ജഡ്ജസ് ഇംഗ്ലീഷ് പറഞ്ഞതിനാൽ ഇവർക്ക് ശരിക്കൊന്നും മനസ്സിലായില്ല. ഈ മണ്ടന്മാര് എന്തൊക്കെയോ പറയുക. അല്ല ആന്റി, ഇത് നല്ല ടയേർഡാ, കുറച്ചു സമയം റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ ഇതും പിടിച്ചിട്ട് നടക്കണം. അതവിടെ കൂടെ കൊണ്ടുവെക്ക്. വീടിന് മുന്നോട്ടിച്ചാലോ? അതൊന്നും വേണ്ട. കോമ്പറ്റീഷനിൽ നിങ്ങളാ ജയിച്ചത് നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ടത് പ്രദർശിപ്പിക്കൊന്നും വേണ്ട. സമ്മാനമായിട്ട് 1,00,000 തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ. ചെക്ക് ലീഫിന്റെ ചിത്രം വരച്ച കാർഡ്ബോർഡുമായിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഇതേ ഡമ്മി ചെക്ക. 1,00,000 രൂപ അക്കൗണ്ടിൽ വരും. അച്ഛാ, അക്കൗണ്ടിൽ ക്യാഷ് വരും. അതെടുത്തിട്ട് ഞങ്ങൾ അച്ഛന് തരാം. എനിക്കെന്തിനാണ് കാശ്? അച്ഛാ, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചതാ, ജയിച്ചാ സമ്മാനമായിട്ട് കിട്ടുന്ന കാശ് അച്ഛന് തരണമെന്ന്. എനിക്കിപ്പോ കാശിന്റെ ആവശ്യമൊന്നുമില്ല മോളെ, അത് നിങ്ങളെ തന്നെ ഇരിക്കട്ടെ. അല്ല, ഞങ്ങളുടെ സന്തോഷത്തിന് അച്ഛനത് വാങ്ങണം. നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. യേശുവിന് സന്തോഷായി. എന്തായാലും കുറച്ച് കാശ് കയ്യിൽ വന്നല്ലോ. പെട്ടെന്ന് ആ റൂം കേട്ടാ നോക്ക. ശരി അച്ഛാ, പെട്ടെന്ന് തന്നെ കേട്ടോ. അങ്ങനെ ഒരു ശബദം കിടക്കല്ലേ, വൈകിക്കാൻ പറ്റില്ലല്ലോ. ലക്ഷങ്ങൾ കിട്ടിയ കളി രണ്ട് കളിക്കുന്നത്. സമ്മാനമായിട്ട് കിട്ടിയ 1,00,000 രൂപ അക്കൗണ്ടിലെത്തട്ടെ, അതെടുത്ത് അച്ഛന് തരാന്നവൻ പറഞ്ഞല്ലോ. അതാ സച്ചി. സുധിക്കാണെങ്കിൽ കാശ് കിട്ടിയിരുന്നെങ്കിലേ
ആ കാശ് ഈ വീടിന്റെ പടി പോലും കാണില്ല. അമ്മേ എന്താടാ അമ്മേ, ജഡ്ജസ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഉത്തരം പറയേണ്ടിയിരുന്നത്. അത് വേറൊരു രീതിയിലായിരുന്നു. അതെനിക്ക് ആലോചിച്ചപ്പോ ഇപ്പോഴാ മനസ്സിലായത്. ആണോ അല്ലെങ്കിൽ വൈകിയ ബുദ്ധി ഒതുക്കും നിന്നെയൊക്കെ എന്തെങ്കിലും കൊള്ളാടാ. എടാ വഴക്ക് കൂടാത്ത ഭാര്യയും ഭർത്താവും പരസ്പരം എന്തൊക്കെയും മറച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അമ്മേ, അതൊക്കെ വെറുതെ പറയുന്നതാ. ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ലമ്മേ. സത്യം. ഇവൻ പറഞ്ഞത് കള്ളമാണോ? രണ്ടുപേരും പരസ്പരം പറയാതെ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ശ്രുതി, നീ എന്താ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നേ? നമ്മള് വിൻ ചെയ്യണമായിരുന്നു. വീട്ട് നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കല്ലേ? വിൻ ചെയ്യാൻ പറ്റാത്തതില് ശ്രുതിക്ക് വിഷമമൊന്നുമില്ലേ? വിഷമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ നല്ല കപ്പിളാണോ അല്ലയോ എന്ന് ജോസ് ആണോ തീരുമാനിക്കേണ്ടത്? ജോസോ? അല്ല, ജഡ്ജസ് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അവരങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലാതെയാവോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാവുന്നതുകൊണ്ടാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ആന്റിക്ക് മുമ്പിലെങ്കിലും നമ്മൾ ബെസ്റ്റ് കപ്പിൾസ് ആയിരുന്നു. സച്ചിൻ രേവതിയും ജയിച്ചതോടെ അതും പോയി. ഈ കൺട്രീസ് ജഡ്ജസിന് എന്റെ അത്ര വിവരമില്ലാതായി പോയി. എന്നെ ജഡ്ജ് ചെയ്യാൻ മാത്രം അവരൊട്ടും വളർന്നിട്ടില്ല. അവർക്കതിനെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് റിസൾട്ട് ഒക്കെ ആകെ മൊത്തത്തിൽ മാറിപ്പോയത്. ശ്രുതി, എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് നീയാ. ശ്രുതി ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത്? അതെ, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്റെ ഭാഗ്യമോ. എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ടും നീ എന്നെ വിവാഹം കഴിച്ചു. ഞാൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നീ എന്നോട് ക്ഷമിച്ചു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും നീ എന്റെ കൂടെ നിന്നു, എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇന്നൊരു ബിസിനസ്മാനാ. അതിന് കാരണവും നീയാ. ശ്രുതിയുടെ അച്ഛന്റെ കാശുണ്ടല്ലേ ശ്രുതി ബിസിനസ് തുടങ്ങിയത്? അല്ല, അത് ശരിയാണ്. പക്ഷേ നീലിമ കാശ് തന്നതിന് പിന്നിൽ നിന്റെ ബുദ്ധിയല്ലേ? എന്റെ ലൈഫിൽ നടന്ന എല്ലാ നല്ലതിനും കാരണം ശ്രുതി നീയാ. അപ്പോ ശ്രുതി, നമ്മള് ബെസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? അല്ല, ഞാൻ നിനക്ക് ബെസ്റ്റ് ഹസ്ബൻഡ് ആണോ? പിന്നല്ലാതെ. ശ്രുതി എനിക്ക് നല്ലൊരു ഹസ്ബൻഡാ. അപ്പൊ പിന്നെ നമ്മളല്ലേ ബെസ്റ്റ് കപ്പിൾ? ആരെന്ത് തീരുമാനിച്ചാലും നമ്മൾ തന്നെയാണ് ബെസ്റ്റ് കപ്പിൾ. ശ്രുതി, ആ ജഡ്ജസ് പറഞ്ഞൊരു കാര്യത്തില് എനിക്ക് ചെറിയൊരു വ്യക്തത കുറവുണ്ട്. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കാത്തതിന് കാരണം നമ്മൾ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്, എന്തോ രഹസ്യമുണ്ടെന്ന് ജഡ്ജസ് പറഞ്ഞല്ലോ. എനിക്കൊരു രഹസ്യമില്ല. ഞാൻ നിന്നിൽ നിന്ന് ഇപ്പൊ ഒന്നും മറച്ചു പിടിച്ചിട്ടുമില്ല. എനിക്കെന്തോ രഹസ്യമുണ്ട്, ഞാൻ ശ്രുതിയോടെന്തോ മറച്ചു വെക്കുന്നെന്നാണോ ശ്രുതി പറഞ്ഞു വരുന്നത്? ഏയ്, അങ്ങനെയൊന്നുമല്ല. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തപ്പോ അത് ഞാൻ നിന്നോട് മറച്ചു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നീടെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നീ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടുമില്ല. എന്നിട്ടും ആ ജഡ്ജസ് പറഞ്ഞത് കേട്ടില്ലേ? അവരവരുടെ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കുന്നുണ്ടാവും. അതാണ് അവര് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. നമുക്കിടയില് ഒരു രഹസ്യമില്ല. നമ്മള് ഓപ്പൺ ബുക്കാണ്, അല്ലെ ശ്രുതി? എല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന നല്ല കപ്പിളാണ് നമ്മള്. നീ വന്നതോടെയാ എന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞത്. ആര് എന്തൊക്കെ പറഞ്ഞാലും നീ നല്ലൊരു ഭാര്യ. ഭർത്താവിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാത്ത, ഭർത്താവിന് ജീവന് തുല്യം സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യ. എടോ, ഞാൻ ഭാഗ്യവാനാ. ആ കോമ്പറ്റീഷന് പോകേണ്ടിയിരുന്നില്ല. വിജയം കഴിയാത്തതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? നമ്മൾ പരസ്പര ധാരണയില്ലാതെ ജഡ്ജസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. സച്ചേട്ടനും രേവതിയെടുത്തേയും ഒത്തൊരുമയുടെ മറുപടി പറഞ്ഞത്. അതുകൊണ്ടാ അവര് വിൻ ചെയ്ത്. ശ്രീകാന്ത് എന്നോട് ഡിസ്കസ് ചെയ്യാതെ ആൻസർ പറഞ്ഞതാ പ്രശ്നമായത്. എന്തിനാ ഡിസ്കസ് ചെയ്യുന്നേ? രണ്ടുപേരും നല്ല ബെസ്റ്റ് കപ്പിൾസ് ആണെങ്കിൽ ഡിസ്കസ് ചെയ്യാതെ തന്നെ കറക്റ്റ് ആയിട്ട് മറുപടി പറയാൻ പറ്റുമല്ലോ. അപ്പോ നമ്മൾ നല്ല കപ്പിൾസ് അല്ലേ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മുമ്പേ നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളും ശ്രീകാന്ത് മറന്നു. ശ്രീകാന്ത് തോന്നും പോലെ മറുപടി അറിഞ്ഞു. അല്ല, എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് പ്രസവിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, വാടക ഗർഭപാത്രത്തിലൂടെ ഒരു കുഞ്ഞു മതി എന്ന് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞതല്ലേ? എന്നിട്ട് ശ്രീകാന്ത് അവിടെ പറഞ്ഞതോ നമുക്ക് 3 കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹമെന്ന്. അവര് ചോദിച്ചതിന് ശ്രീകാന്ത് ഒരു മറുപടി പറഞ്ഞു, ഞാൻ വേറൊരു മറുപടി പറഞ്ഞു. അതൊക്കെ കൊണ്ടാ വിൻ ചെയ്യാൻ കഴിയാത്ത. അല്ല, ഇപ്പൊ കുറ്റം എനിക്കായോ? നീ മുന്നും പിന്നെ നോക്കാതെ അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെട്ടു. വിൻ ചെയ്യാതിരിക്കാൻ കാരണം ഒന്നാതാ. അപ്പൊ ഞാൻ കാരണമാണ് വിൻ ചെയ്യാൻ കഴിയാത്തതെന്നാണോ ശ്രീകാന്ത് പറയുന്നേ? അല്ല, നീ എവിടെ നിന്ന് ദേഷ്യപ്പെട്ടില്ലായിരുന്നു? ഞാൻ ഒരിക്കലും ആലോചിക്കാത്ത കാര്യമോ ശ്രീകാന്ത് അവിടെ പറഞ്ഞത്. നമുക്ക് 3-4 കുട്ടികളൊക്കെ വേണമെന്ന് പറഞ്ഞാലേ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അല്ല, ഞാൻ 4 കുട്ടികൾ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. 3 കുട്ടികൾ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്താ കുട്ടികളെ പ്രസവിക്കുന്ന മെഷീനാണോ? അവന് 3 കുട്ടികൾ വേണോത്രേ. ഒരു കുഞ്ഞിന് പോലും പ്രസവിക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ ശ്രീകാന്ത് 3 എണ്ണം വേണമെന്നൊക്കെ അവിടെ പറയുന്നേ? അല്ല, നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ഞാൻ പറയുന്നതല്ല ശ്രീകാന്ത് തമാശയായിട്ട് എടുക്കുന്നത് അല്ലേ? അത് സീരിയസ് ആയിട്ട് കാണുന്നേ ഇല്ല. അല്ല, എന്തിനാ പക്ഷേ നീ ഇങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറയുന്നേ? ഞാൻ പറയുന്നൊന്നും ശ്രീകാന്ത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവളൊരു പെണ്ണല്ലേ, കുഞ്ഞുങ്ങൾ പ്രസവിക്കേണ്ടത് ഇവളുടെ കടമയല്ലേ? അതിനുവേണ്ടിയാണല്ലോ കഴുത്തിലൊരു താലിയും കെട്ടി കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ പറയുന്നതൊക്കെ
അതേപടി ഇവൾ അനുസരിക്കണം എന്നൊക്കെയാ ശ്രീകാന്തിന്റെ മനസ്സിലല്ലേ? ദേ, നീ ഓവറായിട്ട് ഇമാജിൻ ചെയ്യല്ലോ. ഞാൻ അറിയാതെ 3 കുട്ടികൾ വേണമെന്ന് പറഞ്ഞു പോയി. തെറ്റ് തന്നെയാ. നമുക്ക് കുട്ടികളെ വേണ്ട. പോരെ? കുട്ടികളെ വേണ്ടെന്നേ. ശ്രീകാന്ത് അങ്ങനെ ഒറ്റയ്ക്കൊന്നും തീരുമാനിക്കണ്ട. എനിക്ക് കുട്ടി വേണം. എന്താ ഇങ്ങനെ നോക്കുന്നേ?